വെൽക്കം ടു അവർ ചാനൽ നാത്തൂൺ ടിപ്സ് ആൻഡ് സ്റ്റിച്ചിങ്. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് കളറൊന്നും ചേർക്കാത്ത നല്ല ഒരു അലുവ, സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അലുവ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് കറുത്ത ഹലുവ ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് ഗോതമ്പ് കുതിർത്ത് വാരി വെച്ച് ഒരു മിക്സിയിലിട്ട് അടിക്കാനായിട്ട് വാരി വെച്ച ഗോതമ്പാണിത്. അപ്പോൾ നമുക്ക് ഈ ഗോതമ്പിനെ നമ്മുടെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. നമ്മുടെ അലുവേര ഗോതമ്പ് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങനെ നന്നായി അരിച്ച് എടുക്കാം. നമ്മൾ ഈ അരിച്ചെടുത്ത പാല് തന്നെ ഒരു 3-4 പ്രാവശ്യമെങ്കിലും അരിക്കണം. അത് ഈ വലിയ അരിപ്പയിൽ ജ്യൂസ് അരിപ്പയിൽ ഒരു 3-4 പ്രാവശ്യം അരിച്ചിട്ട് അതിനെ പിന്നെ നമ്മുടെ ചായ അരിപ്പയിൽ അരിച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ ഹലുവ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഹൽവയിലേക്ക് കളർ കിട്ടാനായിട്ട് നമുക്ക് ഒരു തവയിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ പഞ്ചസാരന് നന്നായി ഉരുക്കി ഒരു ബ്രൗൺ കളറാവുന്ന വരെ നമുക്ക് ഉരുക്കിയെടുക്കാം. പഞ്ചസാര ഒക്കെ അരമിട്ട് അതിൻ്റെ നമുക്കിത് ഇറക്കി വയ്ക്കാം. ഇതിന് മാറ്റി വയ്ക്കാം. ഇതിന് അപ്പോൾ നമുക്ക് നമ്മുടെ ഹലുവയിലേക്ക് വേണ്ട അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം പരിപ്പ്, ഇഷ്ടമുള്ള നട്ട്സുകളൊക്കെ നമുക്ക് ചേർക്കാം. ഞങ്ങളിപ്പോൾ ഇതാണ് എടുത്ത് നോക്കണേ. അതിൽ പകുതി നമുക്ക് അത് കൂട്ടത്തിലിടാം. 3-4 പ്രാവശ്യം ഞാൻ അരിച്ചത് അത്. മൂന്ന് പ്രാവശ്യം സാധാരണ ഇട്ടുകൊണ്ടും 2 പ്രാവശ്യം ഈ ചായ അരിപ്പുകൊണ്ടും. ലോ ഫ്ലെയിമിൽ കൈവിടാണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ഒരു 10 ഏലക്കായ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഹലുവയിലേക്ക് വേണ്ട പഞ്ചസാര കൂടെ കൂട്ടിച്ചേർത്ത് പൊടിക്കാം. പഞ്ചസാരയോടെ കൂട്ടിച്ചേർത്ത് പൊടിച്ചാൽ നന്നായി ഏലക്കായ പൊടിയും. നമുക്കൊരു കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇതിലേക്കിടാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഏലക്കായ പൊടിച്ചതുണ്ട്, പഞ്ചസാരയെ കൂടെ പൊടിച്ചത്. നമ്മുടെ ഉരുക്കി വെച്ച പഞ്ചസാര നല്ല ബ്രൗൺ കളറായത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, നമ്മുടെ നല്ല കളർ കിട്ടാനായിട്ട്. ഇത് കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കൈവിട്ടണി പെട്ടെന്ന് അടി പിടിക്കും. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒറ്റയടിക്ക് നെയ്യ് ഒഴിക്കാണ്ട് ഓരോ സ്പൂണായിട്ട് നമുക്ക് പല വട്ടമായിട്ട് ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അലുവേരയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇടയ്ക്ക് നെയ്യ് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം. അതുപോലെ നന്നായി നിർത്താണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത് നല്ല ബ്രൗൺ കളറായി വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്ത് വെച്ച നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാമൊക്കെ നമുക്ക് പകുതി ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായി ഇളക്കി ഒരുവിധം നമ്മുടെ അലുവേര ഇത് റെഡി ആയി തുടങ്ങിയിട്ട് ഇനിയും കുറേ നേരം നിർത്താണ്ട് ഇളക്കണം. ഇതിങ്ങനെ ഇളക്കുമ്പോൾ ആകെ കൂടി ഇങ്ങനെ ഉണ്ട പോലെ ആകുമ്പോഴാണ് നമുക്ക് നിർത്താണ്ടോ, അതുവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം.
സിമ്മിലിടണം, പിന്നെ കൂട്ടിയിടണം, പിന്നെ കുറച്ച് കഴിയുമ്പോൾ സിമ്മിലിടണം. പെട്ടെന്ന് ഒറ്റയടിക്ക് അങ്ങനെ വറ്റിക്കാൻ പറ്റില്ല. കുറച്ച് നേരം സിമ്മിലിടുക, പിന്നെ ഒന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടിയിടുക, പിന്നെ വീണ്ടും കുറച്ച് കഴിയുമ്പോൾ സിമ്മിലിടുക. അങ്ങനെ വേണം ഇത് ഹലുവ വിരകാനായിട്ട്. നമ്മുടെ ഹലുവ അത് എവിടെ നന്നായി ടൈറ്റായി ഒടുങ്ങിയിട്ട് ഇത് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് പോന്ന് അതിങ്ങനെ അതേ തിരിഞ്ഞ് വന്നു തുടങ്ങിയിട്ട് ഏതാണ്ട് ഹലുവേരെ പരുവായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹലുവ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമ്മൾ നെയ്യൊക്കെ പുരട്ടി ഇതേ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് നെയ്യിൽ വറുത്തിട്ട ഒരു പ്ലേറ്റാണ്. ഇതിലേക്ക് നമുക്കിത് ഇടാം. അപ്പോൾ നമ്മുടെ ഹലുവ അത് ഇവിടെ നന്നായി തണുത്തുണ്ട്. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കാൻ പോണേ. നന്നായി തണുത്തുണ്ട്. അപ്പോൾ നമുക്കത് ഈ പാത്രത്തിലേക്ക് തട്ടാം ഒന്ന്. ഹലുവ നല്ല സോഫ്റ്റായി ഇരിക്കുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ഹലുവ കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. ഇത് നമ്മുടെ ഹലുവ നിങ്ങൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റായ ഹലുവ. സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ പോരാ, അത്രയും സോഫ്റ്റായ ഹലുവയാണ്. കണ്ട, നല്ല അടിപൊളി ഹലുവ. വായിലിട്ട് അലിഞ്ഞു പോവും. കടിക്കേണ്ട ആവശ്യമില്ല, വായിലിട്ട് അലിഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ കറുത്ത ഹലുവ ദേ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. മായൊന്നും ചേർക്കാത്ത, കളറൊന്നും ചേർക്കാത്ത നല്ല ഹലുവയാണ്. ഭയങ്കര സോഫ്റ്റായ ഹലുവയാണിത്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.